വർഷമായിട്ട് ഇവിടെ നടന്നു വരുന്ന അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനുമെതിരെ നമ്മുടെ ക്ഷീരകർഷകരെല്ലാം കൂടെ കൂടിക്കൊണ്ട് ഏകദേശം 4-5 വർഷമായിട്ട് ഇവിടെ സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തെന്ന് വെച്ചാൽ കേരളത്തിലെ സർക്കാർ നടപ്പാക്കുന്ന വികസനം അല്ലെങ്കിൽ നാട് വികസിച്ച് മറ്റ് വ്യവസായങ്ങൾ വികസിച്ച് എന്ന് പറയുമ്പോൾ ക്ഷീരമേഖല അമ്പേ പരാജയപ്പെട്ടെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ പെരുന്നൂർ ക്ഷീര സംഘത്തിൽ നമ്മൾ കാണുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ഈ കുറെ വർഷങ്ങളായിട്ട് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമരങ്ങൾ അതിനൊരു ഏറ്റവും വലിയ ഉദാഹരണമാണ്. എന്തെന്ന് പറഞ്ഞാൽ ക്ഷീരകർഷകർക്ക് അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടാതിരിക്കുകയും അവർക്ക് കിട്ടേണ്ടതായിട്ടുള്ള ആനുകൂല്യങ്ങൾ ഇവരിരിക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ തട്ടിയെടുക്കുകയും ചെയ്യുമ്പോൾ രാപകലോളം ജോലിയെടുത്ത് അവരുടെ വീട് കഴിയാൻ വേണ്ടിയിട്ട് ഒരു നിത്യതൊഴിൽ എന്ന രീതിയിൽ 2 പശുവിനെ മേടിച്ച് കെട്ടി അതിന്റെ പാല് നമ്മൾ സൊസൈറ്റിയിൽ കൊടുത്ത് കുറച്ച് വരുമാനം കിട്ടി ആ വരുമാനം കൊണ്ട് വീട് വളർത്താമെന്ന് വെച്ചാൽ ഒരു കാരണവശാലും സമ്മതിക്കത്തില്ല ഇവരുടെ ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞ രീതിയിലാണ് ഇവരുടെ ചോദ്യം കാര്യങ്ങൾ. മുൻപെടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുൻ പ്രസിഡന്റ് ഇവിടെ നടപ്പാക്കിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരം അദ്ദേഹം ഇവിടെ തിരുമറിയാർത്താൻ കൂട്ടുനിൽക്കുന്ന ആൾ എന്ന നിലയിൽ ഇവിടെ ഒരു സെക്രട്ടറിയെ ഇവിടെ അവരോധിക്കുകയുണ്ടായി. അദ്ദേഹം ഇവിടെ കാട്ടിക്കൂട്ടുന്ന വേലത്തരങ്ങൾ കണ്ടു നിന്നിട്ടുണ്ടെങ്കിൽ ക്ഷീരകർഷകർ എല്ലാവരും കൂടി അദ്ദേഹത്തെ അടിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹം ഈ ക്ഷീര സംഘത്തില് എനിക്ക് തോന്നുന്നു ഒരു മാസത്തിൽ നമ്മളെ കിലോമീറ്ററിൽ 15 ദിവസം ഇവിടെ കാണില്ല. അദ്ദേഹത്തിന്റെ ഡിസ്റ്റൻസിനും അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ നടക്കുകയാണ്. ഇവരൊരു ക്ഷീരകർഷകൻ നടന്ന 15 ദിവസത്തിനുള്ളിൽ അവർക്ക് ബില്ല് കൊടുക്കുവാനോ അല്ലെങ്കിൽ ക്ഷീരകർഷകന്റെ ആവശ്യങ്ങൾ ചോദിച്ചറിയാനോ സാധിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അദ്ദേഹം ഇവിടെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചോദിക്കാൻ പറ്റുമല്ലോ. ഇന്നലെ നിങ്ങളിവിടെ നോക്കിയോ, ഇപ്പൊ ഈ ക്ഷീര സംഘത്തിൽ വന്ന് ഇത്രയും കർഷകർ ഇവിടെ നിൽക്കുന്നു. നമ്മളിവിടെ ധർണ ഈ ധർണ അറിഞ്ഞിട്ട് അദ്ദേഹം ഈ ഒരു ക്ഷീര സംഘത്തിൽ വരാനോ അല്ലെങ്കിൽ ഈ ക്ഷീര സംഘത്തിൽ ഇരിക്കാനോ അദ്ദേഹം തയ്യാറായില്ല. അദ്ദേഹം ഈ ധർണ നടത്തുന്ന അറിഞ്ഞുകൊണ്ട് അദ്ദേഹം ഇവിടുന്ന് മുങ്ങിയിരിക്കുകയാണ്. നമ്മൾ കണ്ടില്ലേ ഇപ്പൊ അദ്ദേഹം ഇരിക്കുന്ന ആ ജനലിന്റെ സൈഡിലേക്ക് അതെല്ലാം അടച്ച് കൂട്ടി കെട്ടിയിട്ട് അദ്ദേഹം ക്ഷേത്ര ദർശനത്തിന് പോയിരിക്കാൻ പറഞ്ഞത്. എനിക്ക് തോന്നുന്നു പെരുവള്ളി മേഖലയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ഓരോ ക്ഷേത്രത്തിലും ഉത്സവം വരുമ്പോൾ അടുത്ത ക്ഷേത്രത്തിലും ഉത്സവം തുടങ്ങിക്കൊണ്ടേയിരിക്കുന്നുണ്ടായി. ഈ 1.5 മാസക്കാലം അദ്ദേഹം ക്ഷേത്ര ദർശനമായിട്ട് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ക്ഷീരകർഷകർക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ സാധിക്കുന്നത്? ഒരു സെക്രട്ടറി ഉണ്ടെങ്കിൽ മാത്രമല്ല ഇവിടെ ബില്ലടിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ഏറ്റവും ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ക്ഷീരകർഷകന് അത്യന്താപേക്ഷയായിട്ട് കിട്ടേണ്ട ഇൻസെന്റീവ് പൈസ പോലും ഇവിടെ മുടങ്ങിക്കിടക്കുകയാണ്. സെക്രട്ടറി ചോദിക്കുന്ന സെക്രട്ടറി പറയും അതുപോലെ ഭരണസമിതി ചോദിക്കുന്ന പറയും. ഭരണസമിതി അംഗങ്ങളോട് ചോദിക്കുമ്പോൾ പറയും സെക്രട്ടറി ചോദിക്കുന്നു പറയും. മുമ്പിലെന്ന ഭരണസമിതിയെ ഇവിടെ തെരഞ്ഞെടുത്ത് വെച്ചതിന് ശേഷം അതിൽ 3 ബോർഡ് മെമ്പർമാരെ ഇവരുടെ സെക്രട്ടറിയാണ് പുറത്താക്കിയിരിക്കുന്നത്. ഏതെങ്കിലും നാട്ടിൽ നടന്ന സംഭവമാണ് ഒരു സെക്രട്ടറി ഇവരുടെ ബോർഡ് മെമ്പർമാരെ പിരിച്ചുവിടുന്ന പറയുന്നത്. അതിന് കൂടി നിൽക്കുന്ന ഇവിടുത്തെ CPM ഭരണസമിതി കഴിഞ്ഞ 20 വർഷക്കാലവും തുടർച്ചയായിട്ട് ഭരിക്കുകയും 25ാമത്തെ വർഷത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഭരണസമിതി അവരുടെ ഇഷ്ടങ്ങൾക്കും തോന്നിവാസങ്ങൾക്കും അനുസരിച്ചുകൊണ്ട് മാത്രമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ബോർഡ് മെമ്പർമാരെ പോലും കൈയേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ബോർഡ് മെമ്പർമാർക്ക് അടി കൊടുക്കുന്ന ഒരു സാഹചര്യം വരെ ഈ ക്ഷീര സംഘത്തിൽ ഉണ്ടാകുന്നതാണ്. ഇവരുടെ ബോർഡ് മെമ്പർക്കിട്ട് ഇവിടെ ബോർഡ് മീറ്റിംഗ് കൂടുന്ന സമയത്ത് ഇവരുടെ സെക്രട്ടറി തന്നെ ആ ബോർഡ് മെമ്പർമാരെ അടിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. അതിനെതിരെ പരാതിയായിട്ട് വന്നപ്പോൾ മുകളിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ പോലും ഇവർക്ക് കൂട്ടുനിൽക്കുകയാണ്. കാരണം അധികാരത്തിന്റെ ബലം ഉപയോഗിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ ഇവരുടെ ഈ പറഞ്ഞ ക്ഷീര സംഘത്തിലെ ബോർഡുകളും അതുപോലെ ബോർഡ് മെമ്പർക്കും സെക്രട്ടറിക്കും കൂട്ടുനിൽക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഇങ്ങനെ കൂട്ടുനിൽക്കുമ്പോൾ ഇവർ നഷ്ടപ്പെട്ടു പോകുന്നത് ഇവരുടെ പാവപ്പെട്ട
തൊഴിലെടുത്ത് അല്ലെങ്കിൽ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടിയിട്ട് ഇവിടെ പാല് വിളിക്കുന്ന ഇവർക്ക് ക്ഷീരകർഷകരുടെ വേദനകൾ അവർക്ക് മനസ്സിലാകാൻ പറ്റാതെ പോവുകയാണ്. അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോവുകയാണ്. ബോർഡ് മീറ്റിംഗ് കൂടിയെങ്കിൽ മാത്രമേ ഇവർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ. കാര്യം ബോർഡ് മീറ്റിംഗ് കൂടി ഇവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ആ കമ്മിറ്റി പാസാക്കി അത് മുൻതട്ടിലേക്ക് അറിയിച്ചെങ്കിൽ മാത്രമേ ഇവർക്ക് ആനുകൂല്യങ്ങൾ ലഭ്യമാകുള്ളൂ. ഇവരുടെ നാടുകളെ ഈ ബോർഡ് മീറ്റിംഗ് കൂടാൻ തയ്യാറാകാതിരിക്കുകയും നിലവിലുള്ള 6 ബോർഡ് മെമ്പർമാരുണ്ട്. ആ 6 ബോർഡ് മെമ്പർമാർ പോലും തമ്മിലടിയാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ ഈ ഇവിടുത്തെ ക്ഷീരകർഷകർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടാതെ വരിക, സമയബന്ധിതമായ രീതിയിലാണ് കിട്ടാതെ വരികയാണ്. ഇപ്പൊ തന്നെ ഇൻസെന്റീവ് പൈസ ലഭിച്ചിട്ടില്ല. ഇപ്പോഴത്തെ ക്ഷീരകർഷകർ എത്രയോ ദിവസം കൊണ്ട് ഇവിടെ കയറി ഇറങ്ങി ഇവിടുത്തെ സെക്രട്ടറി ചോദിക്കുന്നു, ഞങ്ങൾക്ക് ഇൻസെന്റീവിന് പൈസ എന്തുകൊണ്ട് തരുന്നില്ല, എങ്ങനെ തരുന്നില്ലെന്ന്. മറ്റു ക്ഷീരസംഘങ്ങളെല്ലാം ഇൻസെന്റീവ് പൈസ കൊടുത്തു. പക്ഷേ ഈ പെരുമുഴി ക്ഷീരസംഘത്തിൽ മാത്രമാണ് ഇത് കൊടുക്കാത്തത്. അത് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ബോർഡ് മീറ്റിംഗ് കൂടട്ടെ, ബോർഡ് മീറ്റിംഗ് കൂടട്ടെ. ബോർഡ് മീറ്റിംഗ് ആരാണ് കൂടേണ്ടത്? ബോർഡ് മീറ്റിംഗ് കൂടേണ്ടത് ഇവിടുത്തെ ബോർഡ് മെമ്പർമാരെല്ലാം കൂടെ ഒത്തൊരുമല്ല കൂടണ്ടേ? ഇതൊന്നിച്ചിരിക്കാൻ അവരും തയ്യാറാവുന്നില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ കർഷകരെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. ഇനിയെങ്കിലും ഈ ഒരു ധാർഷ്ട്യം അവസാനിപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ ഭരണസമിതി അംഗങ്ങളും അതുപോലെ തന്നെ സെക്രട്ടറിയും മുന്നോട്ട് പോയില്ലെങ്കിൽ വരും നാളുകളിൽ ഇതിൽ കൂടുതലുള്ള പ്രക്ഷോഭ പരിപാടികളുമായിട്ട് നമ്മൾ കർഷക കൂട്ടായ്മ മുന്നോട്ട് പോകുമെന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടി ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയാണ്. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് നമ്മുടെ ഈ ക്ഷീരസംഘത്തിന്റെ ഈ ഒരു ധർണയിൽ അധ്യക്ഷനായിട്ടുള്ള നമ്മുടെ കർഷക കൂട്ടായ്മയുടെ പ്രസിഡന്റ് ശ്രീ അജയൻ അവർക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളിവിടെ അധ്യക്ഷ പ്രസംഗം നടത്തിയിട്ടുള്ള ശ്രീ ഷിബു അവർക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും ബന്ധപ്പെട്ട നമ്മുടെ ഈ ബ്ലോക്ക് മെമ്പറായിട്ടുള്ള ശ്രീ ശിവശങ്കർ അവർ ഈ ഒരു ധർണ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഞാൻ ക്ഷീരകർഷക കൂട്ടായ്മ പേരിൽ എന്റെ പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ കൂടിയിട്ടുള്ള എല്ലാ കർഷകർക്കും ഞാൻ എന്റെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെ പേരിലും ഞാൻ സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.